കോഴിക്കോട് ഒരു വീടിന് സമീപത്ത് മൺതിട്ട ഇടിഞ്ഞ് വീണിട്ടുണ്ട്. ഷിജിത് ഖാന്റെ വീടിന്റെ അടുക്കള ഭാഗത്തെ തറ ഉൾപ്പെടെ സമീപത്തെ പറമ്പിലേക്ക് പതിച്ചു. നിലവിലെ വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ്. വെള്ളിപ്പറമ്പിൽ ഓട്ടോ ഡ്രൈവറുടെ വീടും ഭാഗികമായി തകർന്നിട്ടുണ്ട്. മുബാറക്ക് വിവരങ്ങളുമായി ചേർന്ന്. മുബാറക്ക്, വലിയ അപകടമാണ്. വീട്ടിൽ ഇപ്പോഴും ആളുകൾ ഉണ്ടോ? എന്താ അവസ്ഥ? സേതു, എൻ്റെ പിന്നിൽ കാണുന്നതാണ് വീട് എന്നുള്ളതാണ്. അതിൻ്റെ ഒരു സൈഡ് ഭാഗം പൂർണ്ണമായും തന്നെ ഇടിഞ്ഞു താഴ്ന്നിരിക്കുന്നു. ഈ വീട്ടിൽ ഇന്നലെ രാത്രി ആളുകൾ താമസിച്ചിരുന്നു. പുലർച്ചെ ഒരു 3 മണിയോട് കൂടിയിട്ടാണ് പെട്ടെന്ന് വീടിൻ്റെ ഒരു സൈഡ് ഭാഗം ഇടിഞ്ഞു വീഴുന്ന സാഹചര്യമുണ്ടായത്. ഈ വീടിൻ്റെ താഴ്ഭാഗത്ത് അതിൻ്റെ കല്ലുകൾ കൊണ്ട് കെട്ടിയിരിക്കുന്ന ഭാഗമുണ്ട്. ആ ഭാഗമാണ് പൂർണ്ണമായും തകർന്നു വീണത് എന്നുള്ളതാണ്. അതിനോട് ചേർന്ന് തന്നെ ഒരു കിണറുമുണ്ട്. ഈ കിണറിലേക്കടക്കം പാറകളും കല്ലുകളും മണ്ണും അടക്കം ഇടിഞ്ഞു താഴ്ന്നു എന്നുള്ളതാണ് സംഭവം. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ ആ വീടിൻ്റെ ഒരു കിടപ്പുമുറി കാണാം, ജനൽ തുറന്നിട്ടിരിക്കുന്ന. ആ ഭാഗത്ത് ഈ വീട്ടിലെ കുടുംബനാഥനും ഭാര്യയും കുട്ടികളടക്കം താമസിച്ചിരുന്നു. ഇന്നലെ പുലർച്ചെ 3 മണിയോടെ ഈ ശബ്ദം കേട്ടാണ് ഇവർ ഞെട്ടി ഉണരുന്നത്. അതിനുശേഷം സംഭവം തിരിച്ചറിഞ്ഞതോടെ ഇന്നലെ രാത്രി തന്നെ അയൽപ്പക്കത്തെ വീട്ടിലേക്ക് മാറുകയായിരുന്നു. ഇപ്പോൾ നമ്മുടെ കൂടെ ഈ വീട്ടിൻ്റെ ഉടമയായിട്ടുള്ള നൗഷാദ് ചേരുന്നുണ്ട്. ചേട്ടാ, എന്താ സംഭവിച്ചത്? അത് പുലർച്ചെ 3 മണിക്കാണ് സംഭവിച്ചത്. പിന്നെ ഉഗ്ര ശബ്ദത്തോട് കൂടിയിട്ട് എവിടുന്നാണെന്നൊന്നും അറിയില്ല. ഞാനും വൈഫും 3 പിള്ളേരും ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. പെട്ടെന്നുള്ള ആ ശബ്ദം കാരണം നമ്മൾ സിറ്റ് ഔട്ട് ഭാഗത്തേക്ക് ഡോർ തുറന്ന് ഓടി. പിന്നെ വന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് എൻ്റെ കിച്ചണും നമ്മളെ ബെഡ്റൂമിൻ്റെ ജനല തുറന്ന് നോക്കിയ സമയത്താണ് എൻ്റെ കിച്ചണും ബാത്റൂം വർക്ക് ഏരിയ എല്ലാം മറ്റൊരാളുടെ വീട്ടിൽ പറമ്പിലേക്ക് വീണെടുക്കുന്നത് കാണുന്നത്. പിന്നെ കുറച്ച് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായി. തുടർന്ന് ഇടത് ഭാഗത്തേക്ക് വീടിൻ്റെ ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് ഇന്ന് രാവിലെ ഇടിഞ്ഞ് വീണ് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ സ്ഥിരം നടക്കുന്ന ഭാഗമല്ലേ ഇതല്ല? സ്ഥിരമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളായതല്ലോ. മറ്റുള്ള ഭാഗങ്ങൾ കിച്ചണും വർക്ക് ഏരിയ ഒക്കെ സ്ഥിരമായിട്ട് എപ്പോഴും ഉണ്ടാകുന്ന സമയമാണ്. പുലർച്ചെ 3 മണി ആയതുകൊണ്ട് പിന്നെ മറ്റുള്ള ആളപായങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അതിൽ നമ്മൾ രക്ഷപ്പെട്ട്. അധികാരികളെയൊക്കെ വിവരം അറിയിച്ചിരുന്നു? അധികാരികളൊക്കെ വിവരം അറിയിച്ചിട്ടുണ്ട്. ഇവിടെ മെമ്പറും പഞ്ചായത്തിൻ്റെ ആളുകളൊക്കെ വന്നിരുന്നു. അവർ വന്നിട്ടുണ്ട്. അത്തരത്തിലൊരു ഗുരുതരമായ സാഹചര്യമാണ് സേതു. അതായത് അവർ ആ കിടപ്പുമുറിയിൽ താമസിച്ചിരുന്നു എന്നുള്ളതാണ്. പെട്ടെന്ന് ഇത്തരത്തിൽ ഇടിഞ്ഞു വീണത് ഭാഗ്യം കൊണ്ടാണ് ഇത്തരത്തിൽ കൂടുതലായൊന്നും സംഭവിക്കാതിരുന്നത് എന്നുള്ളതാണ്. എന്തായാലും ആ വീടിൻ്റെ തറയോട് ചേർന്ന് തന്നെ അടിയിലേക്കടക്കം ചൂഴുന്ന രീതിയിലാണ് മണ്ണ് പൂർണ്ണമായും നീങ്ങി വന്നിട്ടുള്ളത്. ഗുരുതരമായൊരു സാഹചര്യം തന്നെയാണ്. എന്തായാലും എല്ലാവരും സുരക്ഷിതരാണെന്നുള്ളതാണ്. തൊട്ടടുത്ത വീട്ടിലേക്ക് എല്ലാവരും തന്നെ മാറി താമസിച്ചിട്ടുണ്ട്. ഇവിടെ നിന്ന് ഇവരുടെ വീട്ടു സാധനങ്ങളടക്കം മാറ്റാനുള്ള ശ്രമത്തിലാണ് നാട്ടുകാരും പ്രവർത്തകരും. സേതു, ഓക്കെ, ശരി മുബാറക്ക്, ശരി.